ഈ നാടക കൃതി അകനാടകത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം വളരെ വലുതാണ്. നാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം, നാടകം എഴുത്താളിനെ സംബന്ധിച്ചിടത്തോളം അകനാടകം എന്നതും ഒരു വെല്ലുവിളിയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാന്ന് വെച്ചാൽ, അകനാടകം നാടകകൃത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു വഴിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാടകകൃതി മറ്റൊരാളിനെ ആശ്രയിച്ചിരിക്കുന്നു. മറ്റൊരാളെന്ന് പറയുന്ന സമയത്ത് സംവിധായകനെ ആശ്രയിച്ചിരിക്കുന്നു, നടീനടന്മാരെ ആശ്രയിച്ചിരിക്കുന്നു, രംഗവൽക്കരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഈ നാടകകൃതി, അതായത് ഞാൻ എഴുതുന്ന ഒരു നാടകം കൃത്യമായ അർത്ഥത്തിൽ അത് അരങ്ങിലെത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ കൃതി വെറുതെ ആയി പോകുന്നു. അത് വായനക്ക് പോലും കൊള്ളില്ല എന്ന് പറയുന്നിടത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്നു. പക്ഷെ അകനാടകം എന്ന് പറയുന്ന ഒരു സംഗതി വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്താം. ഞാൻ എഴുതുന്ന ഒരു നാടകം അല്ലെ ഈ അകനാടകം എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊരു കഥ പോലെ, ഒരു നോവൽ പോലെ, ഒരു കവിത പോലെ, ഒരു ലേഖനം പോലെ എനിക്കത് കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് കൊടുക്കാനോ വായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാനോ പറ്റും എന്നുള്ളതാണ്. അകനാടകം മനസ്സിന്റെ നാടകവും കൂടിയാണ്. വായനയുടെ ലോകത്തേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണ് എന്ന് തന്നെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഥാകൃത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്, നോവലിസ്റ്റിനുണ്ട്, കവിക്കുണ്ട്, അല്ല ചിത്രകാരന് പോലും ഉണ്ട്. പക്ഷെ നാടകം എഴുത്തുകാരന് എന്തുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യമില്ലാത്തത്? നാടകകൃത്ത് മറ്റൊരാളിനെ ആശ്രയിക്കേണ്ടി വരുന്നു. അതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ആ ഒരു ചട്ടക്കൂട് എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിമിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മാറി നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരു രചനാ സങ്കേതമാണ് അകനാടകം. ഇപ്പോ അകനാടകം എനിക്ക് പരിചയമാവുന്ന അകനാടകങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ അകനാടകം എന്നുള്ള ഒരു പ്രയോഗത്തിലേക്ക് എത്തിപ്പെടുന്നതും ആ ബുക്സ് പ്രസിദ്ധീകരിച്ച നാടക കൃതികൾ അകനാടകം എഴുതുമ്പോൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലൂടെ, ആ പുസ്തകത്തിന് വേണ്ടി ആ പുസ്തകത്തിലേക്ക് ഞാനും ഒരു നാടകം എഴുതിയിട്ടുണ്ട്. അതൊരു വെല്ലുവിളിയായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം നാടകം എഴുത്ത് മാത്രം കഥാപാത്രങ്ങളെ നിശ്ചയിക്കുകയും ആ കഥാപാത്രങ്ങൾക്ക് വേണ്ടി ആദ്യം നാടകം എഴുതാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്ലോട്ട് കണ്ടെത്തുക, അതിന് കണക്കായി മറ്റുള്ള കാര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുക, എന്നിട്ട് ആ നാടകം എഴുതി സംവിധായകനെ വായിച്ചു കേൾപ്പിക്കുക, നടീനടന്മാരെ വായിച്ചു കേൾപ്പിക്കുക, അവരിലൂടെ ഉണ്ടാവുന്ന സംതൃപ്തി അനുഭവിക്കുക, എന്നിട്ട് അത് അരങ്ങിലെത്തുമ്പോഴേക്ക് രചയിതാവും സംവിധായകനും തമ്മിലുണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നാടകം എഴുതുന്ന സമയത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. അകനാടകം എഴുതുന്ന സമയത്ത് എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. എൻ്റെ മുന്നിൽ ഒരു രചയിതാവില്ല, എൻ്റെ മുമ്പിൽ കാണിയില്ല, എൻ്റെ മുമ്പിൽ നടന്മാരില്ല, നടിമാരില്ല, മറ്റാരുമില്ല, മ്യൂസിക്കില്ല, ലൈറ്റില്ല, സെറ്റില്ല, ഒന്നുമില്ല. എൻ്റെ മുന്നിലുള്ളത് വായനക്കാരൻ മാത്രമാണ്. ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് എങ്ങനെ അനുഭവിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള വെല്ലുവിളിയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ഇതൊരു സാഹിത്യ ശാഖ തന്നെയാണ്. അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് മലയാളത്തിലെ നാടക കൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നാടക കൃത്തുക്കളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അകനാടകം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. ഞാൻ ഒന്നുകൂടി ഊന്നി പറയുകയാണ്, മലയാളത്തിലെ നാടക കൃത്തുക്കൾ എല്ലാവരും എത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിന്റെ പരിമിതി. സ്വാതന്ത്ര്യം ഇല്ലാത്തതിന്റെ പരിമിതി നാടകം രംഗവൽക്കരണത്തിന് വേണ്ടി മാത്രമായി എഴുതുന്നതുകൊണ്ടാണ്. ഇപ്പോ നാടകകൃത്ത് യഥാർത്ഥത്തിൽ സാഹിത്യത്തിലെ അധകൃതനാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു പ്രയോഗമാണ്, സാഹിത്യത്തിലെ അധകൃതനാണ്. കഴിഞ്ഞ ഒരു 10-20 വർഷമായാലും നാടകകൃത്തുക്കൾ അനുഭവിക്കുന്ന ഒരു എന്താ പറയുക, ഒരു മാറ്റി നിർത്തപ്പെടലുണ്ട്. സാഹിത്യ രംഗത്ത് കഥയെപ്പോലെ, കവിതയെപ്പോലെ, കഥാകൃത്തുക്കളെ പോലെ, കവികളെ പോലെ, എന്തിനീ ചിത്രകാരന്മാരെ പോലും പരിഗണിക്കുന്ന അവസ്ഥയിൽ നാടകകൃത്തുക്കളെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട്. അതിനെ നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റും. മറ്റ് സാഹിത്യ ശാഖയിൽ എന്നതുപോലെ തന്നെ മറ്റു സാഹിത്യകാരന്മാരെ പോലെ തന്നെ സ്വന്തം അസ്തിത്വം പ്രഖ്യാപിക്കാൻ, കണ്ടെത്താൻ അകനാടകം എന്ന സാഹിത്യ ശാഖയിൽ ഉൾപ്പെടുന്നതിലൂടെ, വെറുതെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൽ ഉൾപ്പെടുക എന്ന് പറയുന്നതാണ് പ്രധാനം. അതിൻ്റെ വഴികൾ കണ്ടെത്തുകയും ആ സാഹിത്യ ശാഖയിൽ ഉൾപ്പെടുകയും അതിലൂടെ നമ്മൾ നാടകം എഴുത്തുകാരൻ കുറെ കൂടി സ്വാതന്ത്ര്യം അനുഭവിക്കുകയും വളരെ വിശാലമായ അർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്യാനുള്ള ഒരു വഴിയാണ് അകനാടകം. അതെനിക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ വേണ്ടി വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ ആ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ
പുസ്തകത്തിൽ 8 നാടകങ്ങളിൽ ഒന്ന് എൻ്റെ നാടകം കൂടിയാണ്. അപ്പൊ ആ നാടകത്തിൻ്റെ സാധ്യത, ആ നാടകം എഴുതാനുണ്ടാവുന്ന ഒരു സ്വാതന്ത്ര്യവും സാധ്യതയും ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് എനിക്കിതിങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോൾ 8 നാടകങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ അങ്ങോളമുള്ള നാടകകൃത്തുക്കൾ മുഴുവൻ ഈ അകനാടക സാഹിത്യ ശാഖയെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഒരു പക്ഷേ ഇപ്പം മറ്റ് ഭാഷകളിൽ ഒന്നുമില്ലാത്ത ഒരു കാൽവെപ്പ് തന്നെയാണ്, ഒരു ചുവടുവെപ്പ് തന്നെയാണ് ഈ പറയുന്ന അകനാടക സാഹിത്യ ശാഖ എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ ജനകീയമാവുന്നതോടുകൂടി, ജനകീയം എന്ന് ഞാൻ പറയുന്നത് നാടകകൃത്തുക്കൾ അത് സ്വീകരിക്കുന്നതോടുകൂടി പിന്നെ അതിനെ കുറെ കൂടി സ്വീകരിക്കപ്പെടാനുള്ള, അതായത് പൊതുസമൂഹം അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് നാടകകൃത്തുക്കൾ സ്വീകരിക്കാനുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ 8 നാടകങ്ങളാണുള്ളത്. അത് കേരളത്തിലെ മുഴുവൻ ആളുകളും വായിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക, അതിന് നമ്മൾ തന്നെ മുൻകൈ എടുക്കുക. അങ്ങനെ ആ വായനയിലൂടെ നമുക്ക് കൂടുതൽ നാടകകൃത്തുക്കളെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ ഒരു പുതിയൊരു, അതായത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹിത്യശാഖയെ, അകനാടക സാഹിത്യ ശാഖയെ കുറെ കൂടി വിപുലീകരിക്കാനും ജനകീയമാക്കാനും പറ്റും എന്ന കുറച്ച് വിശ്വാസം എനിക്കുണ്ട്. ആ സാഹിത്യശാഖ നമ്മുടെ അങ്ങനെയുണ്ടല്ലോ, നാടകകൃത്തുക്കൾ എല്ലാ മനുഷ്യരും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയ എഴുത്തുകാരെ പരീക്ഷിക്കേണ്ടതുണ്ടാവും. ഏതൊരു സമൂഹവും അത് പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതൊരു മനുഷ്യനും എന്നല്ല, ഏത് സമൂഹവും അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് എഴുതിയ ആൾ തന്നെ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ് കുത്തിയിരിക്കേണ്ട ഒരു അവസ്ഥയല്ല നാളെ പുതിയ നാടകകൃത്തുക്കൾ വരേണ്ടതുണ്ട്.